കർത്താവിൽ പ്രിയപ്പെട്ടവരെ, സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവ്രിഡേയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ 49-ാം അധ്യായമാണ്. ഇതൊരു വെറുമൊരു ചരിത്രരേഖയല്ല. അല്ല. ഇതൊരു പിതാവ് തന്റെ മക്കൾക്ക് നൽകുന്ന അവസാന വാക്കുകളാണ്. അതെ, പ്രവചനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ചിലപ്പോഴൊക്കെ ശാപത്തിന്റെയും ആഴമുള്ള വാക്കുകൾ. ഒന്ന് ഓർത്തു നോക്കൂ ആ രംഗം. 147 വർഷത്തെ ജീവിതയാത്രയുടെ അവസാനം ഗോശേനിലെ ഒരു മുറിയിൽ യാക്കോബ്, അതായത് ഇസ്രായേൽ, തന്റെ 12 മക്കളെയും കിടക്കയ്ക്ക് ചുറ്റും ഒരുമിച്ചു കൂട്ടുന്നു. ശബ്ദം ക്ഷീണിച്ചിട്ടുണ്ടാവാം, പക്ഷേ ആ വാക്കുകൾക്ക് ഒരു പ്രവാചകന്റെ ഗാംഭീര്യമുണ്ട്. തീർച്ചയായും. ദിവസങ്ങളുടെ അന്ത്യത്തിൽ നിങ്ങൾക്കെന്ത് സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. ഓരോരുത്തരെയായി വിളിക്കുന്നു, ഒരുമിച്ച് ബന്ധിപ്പിക്കുകയാണല്ലേ? തീർച്ചയായും. നമുക്ക് ആദ്യജാതനായ രൂബേനിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? തീർച്ചയായും. രൂബേന്റെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യജാതൻ എന്ന നിലയിൽ എല്ലാ ശ്രേഷ്ഠതയ്ക്കും അവകാശമുണ്ടായിരുന്നു. പക്ഷെ യാക്കോബ് പറയുന്നത് അതല്ലല്ലോ. അല്ല, യാക്കോബ് പറയുന്നു, വെള്ളം പോലെ അസ്ഥിരനായതുകൊണ്ട് നിനക്ക് മേന്മയുണ്ടാവുകയില്ല. അതിനുള്ള കാരണവും വ്യക്തമാക്കുന്നുണ്ട്. അതെ, പിതാവിന്റെ കിടക്കിയെ അശുദ്ധമാക്കിയ അവന്റെ പാപം അത് അവന്റെ ഭാവിയെ എങ്ങനെ സ്വാധീനിച്ചു എന്നതിന്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണിത്. അപ്പോൾ നമ്മുടെ സ്വഭാവം നമ്മുടെ വിധിയെ രൂപപ്പെടുത്തുന്നു എന്നതിന്റെ ആദ്യ പാഠം ഇവിടെ തുടങ്ങുന്നു. അതെ, അവിടെ തന്നെ തുടങ്ങുന്നു. അടുത്തത് ശിമയോനും ലേവിയുമാണ്. അവരുടെ കാര്യത്തിൽ കോപത്തിന്റെ പ്രത്യാഘാതങ്ങളാണല്ലോ നമ്മൾ കാണുന്നത്. അതെ, ശെഖേമിൽ അവർ കാണിച്ച ആ ക്രൂരമായ കോപം യാക്കോബ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവരുടെ കോപം ശപിക്കപ്പെട്ടതാകട്ടെ, ഞാൻ അവരെ യാക്കോബിൽ വിഭജിക്കുകയും ഇസ്രായേലിൽ ചിതറിക്കഴിയുകയും ചെയ്യും. ഇതൊരു ശാപമായിട്ടാണ് തോന്നുന്നത്. തുടക്കത്തിൽ അങ്ങനെയാണ് തോന്നുക. പക്ഷെ ഇവിടെയാണ് ഇത് ശരിക്കും രസകരമാകുന്നത്. അതെങ്ങനെ? ദൈവം ഈ ശാപത്തെ എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നു എന്നത് നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. ലേവി ഗോത്രത്തിന്റെ കാര്യം അല്ലേ? അതെ, ലേവി ഗോത്രം പിന്നീട് ഇസ്രായേലിലുടനീളം ചിതറിക്കപ്പെട്ട പുരോഹിതഗണമായി മാറി. അപ്പോൾ നോക്കൂ, ദൈവം ശിക്ഷയെപ്പോലും തന്റെ വലിയ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുന്നു. വളരെ ശരിയാണ്. എന്നാൽ യൂദായിലേക്ക് വരുമ്പോൾ സംഭാഷണത്തിന്റെ സ്വരം തന്നെ മാറുകയാണ്. അവിടെ പ്രശംസയും വാഗ്ദാനവുമാണ്. തീർച്ചയായും. സിംഹക്കുട്ടി എന്നാണ് അവനെ വിശേഷിപ്പിക്കുന്നത്. സഹോദരന്മാരാൽ പ്രശംസിക്കപ്പെട്ടവൻ, ശത്രുക്കളുടെ കഴുത്തിൽ കൈവയ്ക്കുന്നവൻ. അതെ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനം ഇതാണ്: യൂദയിൽ നിന്ന് ചെങ്കോൽ നീങ്ങുകയില്ല, ശീലോ വരുവോളം ജനതകളുടെ അനുസരണം അവനോടായിരിക്കും. ഇത് രാജാക്കന്മാരുടെ വംശത്തെക്കുറിച്ചും പിന്നെ അവസാനം മിശിഹായെക്കുറിച്ചുമുള്ള ഒരു വ്യക്തമായ പ്രവചനമല്ലേ? ഒരു സംശയവുമില്ല. രാജാതിരാജാവായ മിശിഹായിലേക്കുള്ള കൃത്യമായൊരു ചൂണ്ടുപലകയാണിത്. മറ്റുള്ള സഹോദരന്മാരുടെ ഭാവിയും ഇതുപോലെ മനോഹരമായ ചിത്രങ്ങളിലൂടെയാണ് യാക്കോബ് വരച്ചു കാട്ടുന്നത്. അതെ, സെബൂലൂൻ കടൽത്തീരത്ത് ഇസ്സാഖാർ ഭാരം ചുമക്കുന്നൊരു കഴുതയെപ്പോലെ, ഡാൻ ഒരു സർപ്പത്തെപ്പോലെയും. പക്ഷെ ഇതിനുശേഷം ഏറ്റവും വലിയ അനുഗ്രഹം ലഭിക്കുന്നത് യോസേഫിനാണ്. അതെ, യോസേഫ്. യാക്കോബിന്റെ വാക്കുകളിൽ നീരുറവയുടെ അരികിലുള്ള ഫലപുഷ്ടിയുള്ള ഒരു വള്ളിയാണവൻ. അവന്റെ ശാഖകൾ മതിലിനു മുകളിലൂടെ പടർന്നു. അതെ, വില്ലാളികൾ അവനെ കഠിനമായി ദ്രോഹിച്ചെങ്കിലും അവൻ തളർന്നില്ല. അവൻ സഹിച്ച കഷ്ടതകൾക്കിടയിലും ദൈവം അവനെ എങ്ങനെ ഫലപുഷ്ടിയുള്ളവനാക്കിയെന്നതിന്റെ മനോഹരമായ ഒരു ചിത്രമാണത്. അതുകൊണ്ട് തന്നെ അനുഗ്രഹങ്ങളിലും ഒരു കുറവുമില്ല. ഇല്ല. സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ, താഴെയുള്ള ആഴത്തിലെ അനുഗ്രഹങ്ങൾ എന്നിവ കൊണ്ടെല്ലാം ദൈവം അവനെ അനുഗ്രഹിക്കുമെന്ന് യാക്കോബ് പ്രവചിക്കുന്നു. അവസാനം ബെന്യാമിൻ രാവിലെ ഇരയെ ഭക്ഷിക്കുകയും വൈകുന്നേരം കവർച്ച പങ്കിടുകയും ചെയ്യുന്ന ചെന്നായ എന്ന് പറയുന്നു. അതെ, അങ്ങനെ എല്ലാ 12 ഗോത്രങ്ങളെയും അനുഗ്രഹിച്ച ശേഷം അദ്ദേഹം ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. അബ്രഹാമിനെയും സാറയെയും ഇസ്ഹാക്കിനെയും റിബേക്കയെയും ലേയെയും അടക്കം ചെയ്ത ആ മക്ബേല ഗുഹയിൽ അവിടെ തന്നെ തന്നെയും അടക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് യാക്കോബ് അന്ത്യശ്വാസം വലിക്കുന്നു. അപ്പോ ഈ അധ്യായം ഇന്ന് നിങ്ങളെയും എന്നെയും എന്താണ് പഠിപ്പിക്കുന്നത്? ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിലുണ്ടല്ലേ? തീർച്ചയായും. ഒന്നാമതായി, നമ്മുടെ വാക്കുകൾക്ക്, പ്രത്യേകിച്ച് ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലെ വാക്കുകൾക്ക് ഒരു നിത്യമായ ഭാരമുണ്ട്. യാക്കോബ് വെറുതെ നിസ്സാര കാര്യങ്ങൾ സംസാരിച്ച് സമയം കളഞ്ഞില്ല. ഇല്ല, അദ്ദേഹം സത്യവും പ്രവചനവും അനുഗ്രഹവും സംസാരിച്ചു. അത് തലമുറകളെ തന്നെ രൂപപ്പെടുത്തി. രണ്ടാമത്തെ കാര്യം, സ്വഭാവം വിധിയെ രൂപപ്പെടുത്തുന്നുവെന്നത് തന്നെ. രൂബേന്റെ അസ്ഥിരത, യൂദായുടെ നേതൃത്വം, യോസേഫിന്റെ വിശ്വസ്തത, അതെല്ലാം അവരുടെ അനുഗ്രഹങ്ങളിൽ പ്രതിഫലിച്ചു. പാപത്തിന് പ്രത്യാഘാതങ്ങളുണ്ട്, പക്ഷേ
ദൈവകൃപയ്ക്ക് അതിനെ വീണ്ടെടുക്കാനും വഴിതിരിച്ചുവിടാനും കഴിയും. പിന്നെ മൂന്നാമതൊരു കാര്യം, ദൈവം അപൂർണമായ കുടുംബങ്ങളെയാണ് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നത് എന്നതല്ലേ? വളരെ ശരിയാണ്. യാക്കോബിന്റെ മക്കളിൽ ആരും പൂർണ്ണരായിരുന്നില്ല. എന്നിട്ടും ഈ കുഴഞ്ഞുമറിഞ്ഞ വംശാവലിയിൽ നിന്നാണ് മിശിഹ വരുന്നത്. അപ്പോ ദൈവം പൂർണ്ണതയല്ല, വിശ്വസ്തതയാണ് ആവശ്യപ്പെടുന്നത്. കൃത്യം. അവസാനമായി എല്ലാ പ്രവചനങ്ങളും ആത്യന്തികമായി യേശുവിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതെ, യേശുവാണ് യൂദാഗോത്രത്തിലെ സിംഹം, ആ ചെങ്കോൽ വഹിക്കുന്നവൻ, ഭരണം ഒരിക്കലും അവസാനിക്കാത്തവൻ. സമാധാനത്തിന്റെ പ്രഭുവായ ശീലോ അവനാണ്. അതെ, സഹോദരന്മാരാൽ ആക്രമിക്കപ്പെട്ടെങ്കിലും കഷ്ടപ്പാടുകളിലൂടെ ലോകത്തിനു മുഴുവൻ അനുഗ്രഹം നൽകിയ ആ വലിയ യോസേഫ് യേശുവാണ്. നമ്മുടെ അസ്ഥിരതയും കോപവും അർഹിച്ച ശാപം അവൻ കുരിശിൽ ഏറ്റെടുത്തു. അങ്ങനെ ചിതറിപ്പോയ പാപികളായ നമ്മെ അവന്റെ കുടുംബത്തിലേക്ക് ചേർക്കാൻ അവന് കഴിഞ്ഞു. ഈ സത്യങ്ങളെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അപൂർണരായ മക്കളുടെ മേൽ വിധി പ്രസ്താവിക്കുകയും അസ്ഥിരതയെ പാരമ്പര്യമായും കോപത്തെ പൗരോഹിത്യമായും ഫലപുഷ്ടിയെ ലോകരക്ഷയായും മാറ്റുന്ന ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. യാക്കോബിന്റെ അവസാന വാക്കുകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അത് വെറും ഭംഗിവാക്കുകളായിരുന്നില്ല, മറിച്ചൊരു ജനതയെ രൂപപ്പെടുത്തുകയും അങ്ങയുടെ പുത്രനിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്ത ആത്മാവിനാൽ നിറഞ്ഞ സത്യമായിരുന്നു. ഞങ്ങളുടെ വാക്കുകൾ അനുഗ്രഹിക്കുന്നതിന് പകരം മുറിവേൽപ്പിക്കുമ്പോൾ, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവരിൽ നിന്ന് സത്യം മറച്ചുവെക്കുമ്പോൾ, ഞങ്ങളുടെ ഭൂതകാല പരാജയങ്ങളെ അങ്ങയുടെ വീണ്ടെടുപ്പിൻ കൃപയ്ക്കു പകരം ഭാവിയെ നിർവചിക്കാൻ അനുവദിക്കുമ്പോൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. യേശുവിൽ ഞങ്ങളുടെ കണ്ണുകളെ ഉറപ്പിക്കണമേ. ജയാളിയായ സിംഹവും സഹനത്തിലൂടെ ഫലം കായ്ച്ച മുന്തിരിവള്ളിയും സകല ഗോത്രങ്ങൾക്കും സമാധാനം നൽകുന്ന ശിലോയുമായവന്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. ഉൽപ്പത്തി 49 അധ്യായത്തിന്റെ ഈ ആഴത്തിലുള്ള പഠനത്തിൽ പങ്കുചേർന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ soulfulscriptureseveryday@gmail.com എന്ന വിലാസത്തിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാവുന്നതാണ്. ഓർക്കുക, ഈ ബൈബിൾ പരമ്പര എല്ലാ ഞായറാഴ്ചയും ഉണ്ടായിരിക്കും. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതുവരെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.